തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലേക്കുള്ള പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി സംബന്ധമായ വിവരങ്ങൾ ഇ-ഡ്രോപ്പ് സോഫ്റ്റ്വെയറിൽ നിന്നും എങ്ങനെ ലഭ്യമാകും എന്ന് നോക്കാം. ഗൂഗിൾ സെർച്ച് ബാറിൽ ഇ-ഡ്രോപ്പ് ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആദ്യ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നോ യുവർ പോസ്റ്റിംഗ് ഓർഡർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗെറ്റ് യുവർ ഓർഡർ എന്ന തരത്തിലുള്ള ഒരു വിൻഡോ നമുക്ക് കാണാം. തുടർന്ന് താഴെ കാണുന്ന ബോക്സിൽ നമ്മുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, ഔദ്യോഗികമായിട്ട് നമ്മുടെ രേഖകളിൽ ഇ-ഡ്രോപ്പിൽ നൽകിയിട്ടുള്ള നമ്പർ നൽകാൻ ശ്രദ്ധിക്കുക. ആ നമ്പർ നൽകിയതിന് ശേഷം താഴെ കാണുന്ന രീതിയിലുള്ള ക്യാപ്ച കൃത്യമായി അതിൽ ടൈപ്പ് ചെയ്ത ശേഷം സബ്മിറ്റ് നൽകാവുന്നതാണ്. സബ്മിറ്റ് നൽകി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു പോപ്പപ്പ് വിൻഡോ നമുക്ക് കാണാവുന്നതാണ്. വെരിഫൈ മൊബൈൽ എന്നുള്ളത് അവിടെ നമുക്ക് നൽകാം. തുടർന്ന് നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP കൃത്യമായി നമ്മുടെ ടൈപ്പ് ചെയ്യുന്ന ബോക്സിൽ നൽകുക. തുടർന്ന് അതിന് താഴെയുള്ള ക്യാപ്ചയും കൃത്യമായി ടൈപ്പ് ചെയ്ത് നൽകുക. ക്യാപ്ച കൃത്യമായി നൽകിയതിനു ശേഷം വെരിഫൈ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശരിയായ രീതിയിൽ ഈ പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി വെരിഫൈഡ് എന്ന രീതിയിലുള്ള ഒരു പോപ്പപ്പ് നമുക്ക് കാണാവുന്നതാണ്. തുടർന്ന് പ്രൊസീഡ് നൽകുമ്പോൾ നമ്മുടെ ലോഗിൻ റെഡിയായതായി കാണാം. തുടർന്ന് നമ്മുടെ യൂസർ നെയിം, പാസ്വേഡ് എന്ന രീതിയിലുള്ള ഒരു വിൻഡോ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. ആദ്യമായി ചെയ്യുന്നവർ കൃത്യമായി ആദ്യം നമ്മുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ യൂസർ നെയിമായും പാസ്വേഡ് ക്യാപിറ്റൽ ലെറ്റർ N, സ്മാൾ ലെറ്റർ IC *123 എന്ന പാസ്വേഡും നൽകി താഴെ കാണുന്ന ക്യാപ്ചയും ടൈപ്പ് ചെയ്ത ശേഷം താഴെയുള്ള ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. തുടർന്ന് നമുക്ക് പുതിയൊരു വിൻഡോ നമ്മുടെ സ്ക്രീനിൽ കാണാവുന്നതാണ്. ഇവിടെ നമ്മൾ പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. കറൻറ്റ് പാസ്വേഡ് എന്നിടത്ത് നമ്മൾ നേരത്തെ ലോഗിൻ ചെയ്യാൻ ഉപയോഗിച്ച NIC *123 എന്ന് നൽകിയതിനു ശേഷം നമ്മുടെ പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നിർദ്ദേശാനുസരണമുള്ള പാസ്വേഡ് തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. തുടർന്ന് നമ്മുടെ മൊബൈൽ നമ്പറും ഇമെയിലും നൽകിയതിനു ശേഷം താഴെ കാണുന്ന ചേഞ്ച് പാസ്വേഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പാസ്വേഡ് ചേഞ്ച്ഡ് സക്സസ്ഫുള്ളി എന്ന ഒരു മെസ്സേജ് നമുക്ക് കാണാവുന്നതാണ്. ഇ-ഡ്രോപ്പിനുള്ളിലുള്ള ഓരോരോ ഹെഡുകൾ നമുക്ക് കാണാവുന്നതാണ്. എംപ്ലോയി എന്നുള്ള ഭാഗത്ത് നമ്മുടെ പേരും, അതിനു താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പോസ്റ്റിംഗ് ഓർഡേഴ്സ്, ക്യാൻസൽ ഓർഡേഴ്സ്, ഫോംസ് തുടങ്ങിയവയെല്ലാം നമുക്കതിൽ നിന്ന് പരിശോധിക്കാവുന്നതാണ്. നിലവിൽ പോസ്റ്റിംഗ് ഓർഡറുകൾ ജനറേറ്റ് ചെയ്യാത്തതിനാൽ നിലവിൽ നമുക്ക് നോക്കുമ്പോൾ പോസ്റ്റിംഗ് ഓർഡറുകൾ കാണാൻ സാധിക്കുന്നതല്ല. എന്നാൽ ഇ-ഡ്രോപ്പിൽ ഫസ്റ്റ് അസൈൻമെൻറ്റ് കഴിഞ്ഞ ശേഷം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ഓർഡറുകളും മറ്റും കാണാൻ സാധിക്കുന്നതാണ്.